നോ മോർ വയലൻസ്. ഇത് പിടിച്ചോ. ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുപോകാം. യെസ് സാർ. ലക്കി ഫോർ മീ. ഫിസിക്കൽ പെയിൻ വർക്കാവില്ല, മെന്റൽ പെയിൻ ഇത് ശരിക്കും വർക്കാവും. പ്ലേ. അവൻ പക്ഷിയെ പോലെ പറക്കുന്നുണ്ടോ? അതെ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. കറക്റ്റ് ടൈമിനാ കഴിക്കുന്നേ. ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അമ്മേ, ഞാൻ ഫോൺ വെക്കുകയാണേ. ഹായ്, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ അല്ലേ? ഇല്ല. ഈ വഴിയിലൂടെ പോയപ്പോൾ ഒന്ന് കയറി കാണാന്ന് വെച്ചു. ടി വി എവിടെയുള്ളേ? ഞാൻ ടി വി കാണാറില്ല. ഓ ഓക്കെ. ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് സം വൈൻ ഇൻസ്റ്റെഡ് ഓഫ് കോഫി. ഇതെന്ത് സന്തോഷത്തിനാ? ഓ പറയാം. പ്രഭ, ഹി ഹാസ് കൺഫെസ്ഡ്. അവൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഏരിയ ഓഫ് പോപ്പുലേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നീ ഇല്ലാതെ ഒരിക്കലും സാധിക്കില്ലായിരുന്നു ഇത്. ഐ എം റിയലി സോറി. നീ എന്ന് പറഞ്ഞത് ക്ഷമിക്കണേ. നോ, ദാറ്റ്സ് ഓക്കെ. കൺഗ്രാറ്റ്സ്. ആൻഡ് യു നോ വാട്ട്, നോട്ട് ഓൺലി ദാറ്റ്, നിനക്ക് ഓർമ്മയില്ലേ 3 വർഷം മുമ്പ് ഇൻഡോറിലൊരു പ്രൈമറി സ്കൂളിൽ ബോംബ് ബ്ലാസ്റ്റ് ആയത്? അതിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ കുറേ പേരെ കൊന്നിട്ടുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 53 കുട്ടികളെയാണ് അവർ ബോംബ് ബ്ലാസ്റ്റിൽ കൊന്നുകളഞ്ഞത്. ഒരു കുട്ടിയെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു. പ്രഭ 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 എന്തു പറ്റി? നിനക്ക് ഇത്രയും വർഷക്കാലമായിട്ട് ഈ പ്രോബ്ലം ഉണ്ട്, എന്നിട്ടെന്താ നീ ഇതൊന്നും ഡോക്ടറോട് പറയാതിരുന്നത്? അത് വിട്ടേക്ക്. എനിവേ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? ഞാൻ പോയി നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം ഉണ്ടാക്കാം. ഏയ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. ഞാൻ വിചാരിക്കുന്നു പൂർപ്പാടെ ചെറുപ്പത്തിലെ ഉള്ള കൈപ്പാഴ ഏതോ വിചാരം അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അവൾക്കത് ഓർമ്മയില്ല, ഓർക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ട വേദന സിംറ്റമാണ്. സോ ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാ ഡോക്ടർ? ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അവൾ സ്വയം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അതുകൊണ്ട് അവൾ സമ്മതിക്കില്ല. യു നോ, ഡോക്ടേഴ്സ് ആർ ദർ വേഴ്സ്റ്റ് പേഷ്യന്റ്. എന്നോട് ചോദിക്കൂ. ചിലപ്പോ അവളെ നമുക്ക് കൊണ്ടുപോയാലോ? എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അവനൊരു ഹിപ്നോതെറപ്പിസ്റ്റാണ്. ചിലപ്പോൾ അവൻ നമ്മളെ സഹായിക്കും. ഡോക്ടർ മാലിക്, ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അവളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ഡോക്ടർ? എന്തെങ്കിലുമൊക്കെ വയലൻസ് കേട്ടാലോ കണ്ടാലോ ഷീ ഗോസ് ബ്രെത്ത്ലെസ്. ഷോക്ക് ചെയ്യാൻ തുടങ്ങും. ന്യൂസ് പേപ്പർ വായിക്കാറില്ല, ടി വി കാണാറില്ല. ഈ കേസ് ഭയങ്കര ക്രിട്ടിക്കലാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാതെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല.
അതായത് ഓവർ സ്ട്രെസ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചൈൽഡ്ഹുഡ് ട്രോമ, എന്തായാലും എനിത്തിങ്. എക്സാക്ട്ലി. ഷീ നീഡ്സ് യുവർ ഹെൽപ്പ്. ഡോക്ടർ, ഈ ഹിപ്നോസിസ് തെറാപ്പി ചെയ്ത വേദനിക്കുന്ന ഓർമ്മകളൊക്കെ തിരിച്ചു വരുമോ? ചിലപ്പോൾ വേദന കുറവുണ്ടാവും, പക്ഷെ മെമ്മറി കിട്ടില്ല. ആദ്യം നിങ്ങൾ ചായ കുടി. താങ്ക് യു. പ്രഭ നിങ്ങളുടെ ആരാണ്? ജസ്റ്റ് ഫ്രണ്ട്. അല്ല സർ, ഈ ഹിപ്നോസിസ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വേദനയോ സൈഡ് എഫക്ട്സോ എന്തെങ്കിലും ഉണ്ടാവും? ഒരു ഗുഡ് ഫ്രണ്ട് അല്ലേ? ഇല്ല, ഹിപ്നോതെറാപ്പി ആക്ച്വലി ഹെൽപ്പ് റിലാക്സ് എവറി ടിഷ്യൂ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. അതായത് ചില വേദനകൾ ആഴത്തിൽ ഒളിഞ്ഞിരിക്കും. അത് ചിലപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്വഭാവങ്ങൾക്ക് പല വ്യത്യാസങ്ങളുണ്ടാകും. മെൻ്റൽ പെയിൻ മാത്രമായിരിക്കില്ല, അതായത് ഫിസിക്കൽ പെയിനിനെ കൂടി ബാധിക്കാറുണ്ട്. ആസ് എ സ്ട്രെസ് ബ്ലാസ്റ്റർ ഈവൻ ഫോർ ചൈൽഡ് ബർത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഇസ് ഹോപ്പ്, റൈറ്റ്? ഹോപ്പ്, യെസ്, ഓൾവേസ്. പക്ഷേ ഞാൻ ചില അസിംഷനിൽ വിശ്വസിക്കാറില്ല. അല്ല, ഇങ്ങോട്ട് നോക്കൂ. ഐ ആം ഷുവർ യു വിൽ അഗ്രി വിത്ത് മീ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പ്രഭ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ ജോലി എളുപ്പമാകൂ. എന്നാൽ ഞാനൊന്ന് പ്രഭയുമായി സംസാരിച്ചു നോക്കട്ടെ. അവളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് തെറാപ്പി ചെയ്താൽ മതി. സോറി സാർ, എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല. എന്തിനാ പ്രഭ? ഡോക്ടർ മലിക്കിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അയാൾ സമ്മതിച്ചത്. സാർ, എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നത് അറിയാം. ഇതെന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്, ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് മൈൻഡ് സാർ. ഓ മേഡം, ഇത് വീടാണെന്നാണോ വിചാരം? നിങ്ങൾക്ക് നോക്കിയും കണ്ട് ക്രോസ് ചെയ്തൂടെ? വേറെ പണിയില്ല, എന്റെ കാര്യം കിട്ടിയോളോ. ഹായ് അനൂപ്. എന്താ ഇപ്പോഴോ? എവിടെയാ?